ഹലോ ഗൈസ്, ചെന്നൈയിൽ നിന്നും ആരംഭിച്ച നമ്മുടെ ബൈക്ക് യാത്ര അങ്ങനെ തെങ്കാശിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് തെങ്കാശി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് അത് തെങ്കാശിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തെങ്കാശിയിലുള്ള കാശി വിശ്വനാഥർ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ മറക്കല്ലേ. ധാരാളം വെള്ളച്ചാട്ടങ്ങളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ തെങ്കാശി എന്ന് പറയുന്നത്. അപ്പോൾ കാശി വിശ്വനാഥർ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ അടുത്തതായിട്ട് ഇവിടെയുള്ള കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പോവാണ്. ആദ്യം തന്നെ പോകുന്നത് ക്ഷേത്രത്തിൽ നിന്നും 5.6 കിലോമീറ്റർ ദൂരത്തുള്ള മെയിൻ ഫാൾസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പേരരുവി എന്നും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള വെള്ളച്ചാട്ടങ്ങളെല്ലാം തന്നെ വളരെ ചെറിയ ചെറിയ ഡിസ്റ്റൻസിൻ്റെ വ്യത്യാസത്തിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം തന്നെ കണ്ടു തീർക്കാൻ പറ്റും. തെങ്കാശി ജില്ലയിൽ കുട്രാളം ടൗണിൻ്റെ ഒത്ത നടുക്ക് തന്നെയാണ് നമ്മുടെ ഈ മെയിൻ ഫാൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ബൈക്ക് നമ്മൾ കൊണ്ടുപോയി പാർക്കിംഗ് ഏരിയയിലൊക്കെ വെച്ചു. അതിനുശേഷം നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഒരു 50 മീറ്റർ അങ്ങോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ഫാൾസിലെത്തിയിട്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതുപോലെ ധാരാളം രണ്ട് സൈഡിലോട്ട് ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കഴിക്കുന്ന കുറേ ഫ്രൂട്ട്സും ഐറ്റംസൊക്കെ തന്നെ ധാരാളം തന്നെ വെച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ പ്രധാനമായിട്ട് കുളിക്കാനാണ് കേട്ടോ ഇവിടെ എത്തുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ കുളി കഴിഞ്ഞ് പോകുന്നവരും കുളിക്കാൻ പോകുന്നവരായിട്ട് ആകെ ഒരു തിരക്കാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ ഫാൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നമുക്ക് ശരിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. കുളിക്കാനുള്ളവരാണ് അതിൻ്റെ നേരെ ചോട്ടിൽ പോയി നിൽക്കുന്നത്. നമ്മൾ കുളിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് സൈഡിൽ പോയിട്ടുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്ന് കണ്ടിട്ടൊക്കെ പോകുന്നു കേട്ടോ. നമ്മൾ പോയ സമയത്ത് ഒത്തിരി മഴ സീസൺ അല്ല, അതുകൊണ്ടാണ് ഇത്ര അങ്ങോട്ട് കയറി ചെല്ലാനൊക്കെ പറ്റുന്നത്. പിന്നെ ഒത്തിരി വെള്ളമില്ല. ഭയങ്കര മഴ സീസൺ ആണെങ്കിൽ വെള്ളച്ചാട്ടം ഭയങ്കരമായിട്ട് ശക്തിയിൽ വരുന്നതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ക്ലോസ് ചെയ്തിടും. 60 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ പേരരുവി വാട്ടർഫാൾസ് വരുന്നത്. കുട്രാളത്തെ തന്നെ ഏറ്റവും വലിയൊരു വാട്ടർഫാൾസാണ് ഇത്. അപ്പോൾ ചിറ്റാർ നദിയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ തന്നെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ട് കമ്പിയൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നീളത്തിലുള്ള ക്യൂ നമുക്ക് അപ്പുറത്തെ സൈഡിലൊക്കെ കാണാം. ലേഡീസിൻ്റെയൊക്കെ വരി അങ്ങ് അമ്പലത്തിൻ്റെ അപ്പുറത്തുനിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. പടിഞ്ഞാറൻ ഘട്ടങ്ങളിൽ നിന്ന് ധാരാളം ധാതുക്കൾ ഉൾക്കൊണ്ട് ഒഴുകുന്ന ഈ വെള്ളം മനുഷ്യ ശരീരത്തിന് ഗുണകരമാണെന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുളിക്കാനൊക്കെ നല്ല തിരക്കുള്ളത്. പിന്നെ ധാരാളം ഔഷധ സസ്യങ്ങളുടെയും മരങ്ങളുടെയും ഒക്കെ തന്നെ ഇടയിലൂടെ ഒഴുകി വരുന്ന ഈ ഔഷധ ഗുണമുള്ള വെള്ളത്തിന് ധാരാളം ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതായത് ചില രോഗങ്ങളൊക്കെ ചികിത്സിക്കാനായിട്ട് ഈ ജലം നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ ആയുർവേദം അനുസരിച്ചിട്ടാണെങ്കിൽ സൗന്ദര്യവർദ്ധനയ്ക്കും ശരീര സംരക്ഷണത്തിനും ഭയങ്കര അനുയോജ്യം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുളിക്കാൻ ഭയങ്കര തിരക്കാണ്. വരുന്ന എല്ലാവരും കുളിക്കുന്നുണ്ട്. നമ്മൾ തന്നെ കുറേ സ്ഥലങ്ങളൊക്കെ പോകാറുള്ളതുകൊണ്ട് കുളിക്കാനൊന്നും നിൽക്കുന്നത് ജസ്റ്റ് കാണുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം വെള്ളച്ചാട്ടമൊക്കെ കണ്ടു നിന്നിട്ട് നമ്മൾ തിരിച്ച് പോരാണ് കേട്ടോ. അപ്പോൾ സൈഡിലുള്ള കടകളിൽ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തെടുത്ത് കാണിച്ചാലും പിന്നെ വേണ്ടെന്ന് പറഞ്ഞൊരു കെട്ടിയനുള്ളതുകൊണ്ട് തന്നെ എല്ലാം എടുത്തിട്ട് തിരിച്ചവിടെ തന്നെ വെച്ചു. അതിനുശേഷം നമ്മൾ തൊട്ടപ്പുറത്ത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. തിരു കുട്രാളനാഥർ ടെമ്പിൾ എന്നാണ് പറയുന്നത്. ഒരു ശിവക്ഷേത്രമാണ്. നമ്മൾ പോയ സമയത്ത് ക്ഷേത്രത്തിൽ നട അടച്ചു പോയിട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇതേ നല്ല മഴക്കാലത്ത് ഈ മെയിൻ ഫാൾസ് എന്നുള്ള വെള്ളമൊക്കെ ഇതിൽ ഒഴുകി വരും കേട്ടോ. അപ്പോൾ ആ കാഴ്ച നോക്കിയതാണ്. താഴെ ഫുള്ള് പ്ലാസ്റ്റിക്കും വേസ്റ്റ് ഇട്ടിരിക്കുകയാണ്. പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ വരുന്നവർ തന്നെയാണ് ഇതൊക്കെ ഇവിടെ വലിച്ചെറിയുന്നത്. അതൊരു കഷ്ടമാണല്ലേ. അങ്ങനെ നമ്മൾ മെയിൻ ഫാൾസ് നിന്ന് പോകുന്നു. ഇനി അടുത്തതായിട്ട് പോകുന്നത് ഇവിടെ നിന്നും 7.5 കിലോമീറ്റർ ദൂരത്തുള്ള ഓൾഡ് കുട്രാളം എന്ന് അറിയപ്പെടുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണല്ലേ. മലകളൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. പോകുന്ന വഴിയരികിലുള്ള കാഴ്ചകളൊക്കെ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു. അപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ വഴിയരികിൽ ചക്കയൊക്കെ വിൽക്കുന്നവർ കുറേ പേര് ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ട്. നല്ല ടൂറിസ്റ്റുകൾ വരുന്നൊരു സമയം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ട് പാർക്കിംഗ് ഏരിയയിൽ ബൈക്കൊക്കെ വെച്ച ശേഷം കുറച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ തന്നെ സൈഡിൽ ഇങ്ങനെ പൈനാപ്പിളും മാങ്ങയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്നും തന്നെ കെട്ടിയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങാതെ തന്നെ അങ്ങോട്ട് നടന്നു പോകാൻ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ കുറേ പേര് കുളിച്ചിട്ടൊക്കെ തിരിച്ചു വരുന്നുണ്ട്. നല്ല തിരക്കാണ്. ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന പോലെ കുറച്ചങ്ങനെ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കുറേ അങ്ങനെ നടന്നെത്തുമ്പോൾ ഇതുപോലെയുള്ള വലിയ പാറ മലയൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെള്ളമുള്ള സമയമാണ്. ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടങ്ങളൊക്കെ തന്നെ സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ ഓൾഡ് കുട്രാളം എന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ പടിക്കെട്ടുകളൊക്കെ ഉണ്ട്. അവിടെ കൂടെ നമ്മൾ കയറി അങ്ങോട്ട് ചെല്ലേണ്ടത്. സൈഡിലൊക്കെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. കുറേ സ്റ്റെപ്പുകളായിട്ട് ഇങ്ങോട്ട് വെള്ളം ഒഴുകി വരുന്ന പോലെയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഈ സൈഡിലൊക്കെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ ഡ്രസ്സ് മാറാനുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ബിൽഡിങ്ങൊക്കെ ഉണ്ട്.
ഓൾഡ് കുട്ടനാട് എന്നുള്ള ഈ വെള്ളച്ചാട്ടത്തിലെ വെള്ളം എന്ന് പറയുന്നത് ചിറ്റാർ നദിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ പടിഞ്ഞാറൻ ഘട്ടത്തിലെ ഈ നദി ധാരാളം ധാതുക്കളോട് കൂടിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജലം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണെന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും കുളിക്കാൻ നല്ല തിരക്കാണ്. പക്ഷേങ്കിൽ നമ്മുടെ മെയിൻ ഫാൾസിനെ അപേക്ഷിച്ച് ഇവിടെയുള്ള തിരക്ക് പൊതുവേ കുറവാണ്. എന്നാലും നമ്മൾ പോയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുളിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെയധികം കുറച്ച് ദൂരത്ത് നിന്നാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത്. നല്ല മഴ സീസണിലാണെങ്കിൽ കുറേ വെള്ളം ഒഴുകി വരുന്നത് കാണാനായിട്ട് നല്ല രസം തന്നെ ആയിരിക്കും. ഈ ഒരു വെള്ളച്ചാട്ടം മെയിൻ ഫാൾസിനെ അപേക്ഷിച്ച് ചെറുതാണ്. പിന്നെ ഇതിങ്ങനെ പടിക്കെട്ടുകളോട് കൂടിയിട്ടാണ്. അപ്പോൾ ഒത്തിരി ഫോൾസിൽ ഇങ്ങോട്ട് വെള്ളം മേത്തേക്ക് വന്ന് വീഴില്ല. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് 2 സൈഡിലായിട്ട് ചെറിയ പൂള് പോലെ കെട്ടിയിട്ടിട്ടുണ്ട് തറ. അപ്പോൾ ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവർക്ക് കുട്ടികൾ അതിനകത്ത് നീന്താനും കളിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം ടൂറിസം വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ അത്. ഇവിടെയും കുളിക്കുന്നതിന് വേണ്ടിയിട്ട് ലേഡീസിനും ജെൻസിനും തന്നെ സെപ്പറേറ്റ് കമ്പിയൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. പിന്നെ ചില രോഗങ്ങളൊക്കെ ചികിത്സിക്കുന്നതിന് ഇവിടുത്തെ ജലം നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് ടൈഗർ ഫോൾസ് എന്നൊരു ബോർഡ് കണ്ടു. അപ്പോൾ അങ്ങോട്ട് പോകുന്ന നിന്നപ്പോൾ അവിടെ ഇപ്പോൾ ഓപ്പൺ അല്ല എന്നുള്ളത് പറഞ്ഞു കേട്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള 5 ഫാൾസ് എന്നുള്ള സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പോൾ ഓൾഡ് കുട്ടനാട്ടിൽ നിന്നും 4 കിലോമീറ്ററാണ് കേട്ടോ 5 ഫാൾസിലേക്കുള്ളത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വളരെ വിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സൗകര്യം തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈക്ക് അവിടെ വെച്ചു. അവിടെ ധാരാളം കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. അങ്ങനെ ഒരു അമ്പലം, ചെറിയൊരു അമ്പലം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ ഡയറക്ഷനിൽ ചെന്നു. അപ്പോൾ അവിടെ ഒരു ബോർഡ് തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കാര്യം മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് ലേഡീസിനും ജെൻസിനും തന്നെ ഇവിടുന്ന് തന്നെ സെപ്പറേറ്റ് വഴിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ സൈഡിലോട്ട് ഫോൺ കൊണ്ട് ഇറങ്ങി. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. എല്ലാവരും കുളിക്കാനുള്ളൊരു ക്യൂ ആണ് കേട്ടോ. പേര് പോലെ തന്നെ ഇവിടെ 5 വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത് കേട്ടോ. 5 തുരുത്തുകളായിട്ടാണ് ഒഴുകുന്നത്. അതിൽ 2 ഭാഗത്ത് ഇവിടെ ലേഡീസിന് കുളിക്കാനായിട്ട് ഇങ്ങനെ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. 3 ഭാഗം അപ്പുറത്ത് ജെൻസിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ക്യൂവിൽ നിന്നുകൊണ്ട് വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിക്കുന്ന കാഴ്ച ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും ക്ഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ കുളിച്ച് കഴിഞ്ഞിട്ടാണ് അടുത്തുള്ളവർക്ക് അങ്ങോട്ട് കയറാനായിട്ട്. അപ്പോൾ അത്രയും നീണ്ട നിരയുള്ള ക്യൂ ആണ്. അപ്പോൾ ഞാൻ അടുത്തേക്കൊന്നും പോകുന്നില്ല. കുറച്ച് ദൂരത്ത് നിന്ന് സൂം ചെയ്ത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് പോരാണ് കേട്ടോ. പിന്നെ ഒത്തിരി സൂം ചെയ്യാനും കഴിയില്ല. കുളി സീൻ ആയതുകൊണ്ട് വല്ല തല്ലും കിട്ടിയാലോ എന്നുള്ള ചെറിയൊരു പേടിയുണ്ട്. ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ഈ ജലത്തിൽ കുളിക്കുന്നത് പാപങ്ങൾക്ക് മുക്തിയേകുന്നു എന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ ഈ വെള്ളച്ചാട്ടത്തെ പഞ്ചപാണ്ഡവരുമായിട്ട് ബന്ധിപ്പിക്കുന്ന കഥകളും ഉണ്ട്. പടിഞ്ഞാറൻ ഘട്ടം മുറിച്ച് കടന്നു വരുന്ന ചിറ്റാർ നദിയിലെ വെള്ളമാണ് ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ കുളിക്കാനും ഇത്രയും തിരക്കുള്ളത്. പിന്നെ പച്ചക്കാടാണ് ചുറ്റുമുള്ളത്. അപ്പോൾ പച്ചക്കാട്ടിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ഒരു വെള്ളച്ചാട്ടം പോലെയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രകൃതി ഭംഗിയും നല്ല ഫോട്ടോയ്ക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്രദേശം തന്നെയാണ് കേട്ടോ. പിന്നെ നല്ല മഴ സീസണൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തേക്കൊന്നും തന്നെ ആരെയും കടത്തി വിടില്ല. ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിരും. നമുക്ക് മേലെ അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമേ വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ വെള്ളം ഉയരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇപ്പോൾ പോയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ധാരാളം കുരങ്ങന്മാരൊക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടോ. അമ്മയും കുഞ്ഞും കുരങ്ങൻ ഫാമിലിയൊക്കെ ആയിട്ട് മരത്തിന് മേലെ താഴെയൊക്കെ ആയിട്ട് കുറേ പേരുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും ഇനി പോകുന്നത് നേരെ കേരളത്തിലേക്കാണ്. അപ്പോൾ അത് ആ റോഡിൻ്റെ ഒരു രീതി കണ്ടപ്പോൾ തന്നെ തോന്നി. കാരണം റോഡ് സത്യം പറഞ്ഞാൽ നമ്മൾ നാടിനെ കുറ്റം പറയാമല്ലോ. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ആ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഇത്രയും വന്ന ദൂരത്തൊന്നും ഇത്രയും കുഴപ്പം പിടിച്ചൊരു റോഡ് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് 5 ഫാൾസിൽ നിന്നും കേരളത്തിലുള്ള പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് യാത്ര ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നമ്മൾ ഇതുവരെ ബൈക്കും കൊണ്ട് കേരളത്തിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ഒരു യാത്രയിൽ നമ്മൾ പാലരുവി പോകുന്നതുകൊണ്ട് തന്നെ കേരളത്തിലേക്കൊന്ന് ടച്ച് ചെയ്യാണ്. 5 ഫാൾസിൽ നിന്നും 29 കിലോമീറ്റർ അങ്ങോട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പാലരുവിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ തന്നെ അടുത്തൊരു പാർട്ടായിട്ട് വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.